ചുരങ്കിയാണ്. പക്ഷേ ഇമാതിരി രീതിയിൽ ഞാൻ ആദ്യമായിട്ടാണ് ചുരങ്കി. ഞാൻ അധികം താഴെ കൊക്കയിലുണ്ടാവാൻ സാധ്യത ഉണ്ട് കേട്ടോ. ഗുഡ് മോർണിംഗ് ഗായ്സ്. ഞാനിപ്പോൾ പാലോലം ബീച്ചിൻ്റെ അടുത്താണുള്ളത്. ഇനി അഗോണ്ട ബീച്ചിലേക്ക് പോവാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 7 കിലോമീറ്റർ ഉണ്ട്. ഇതുവരെ ഒരു വണ്ടിയും നിർത്തിയിട്ടില്ല. ഇപ്പോൾ 7 മണിയായിട്ടേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ വണ്ടികൾ വളരെ കുറവാണ്. അവിടം വരെ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ഒരു സ്കൂൾ ബസ് വരുന്നുണ്ട്, ഇത് നിർത്തുവാളി. आपको नाम क्या है? പ്രകാശ്. ഇവിടുന്ന് കുറച്ചും കൂടി ആയുള്ളൂ, നമ്മോട്ട് നടന്നു പോട്ടെ ജസ്റ്റ്. ഫൈനലി ഇപ്പോൾ അഗോണ്ട ബീച്ചിലാണുള്ളത്. ഷോപ്പൊന്നും മുഴുവനായിട്ട് ഓപ്പൺ ആയിട്ടില്ല, വളരെ കുറച്ച് ഷോപ്പൊക്കെ ഓപ്പൺ ആയിട്ടുള്ളൂ. ഇപ്പോൾ വൈകുന്നേരമായിരിക്കും നല്ല രീതിയിൽ ഇവിടെ ആക്റ്റീവ് ആവാൻ പോകുന്നത്. നല്ല ബ്യൂട്ടിഫുൾ തിരമാലയാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നേരം ഗോവയിൽ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ആ സെയിം അഗോണ്ട ബീച്ചാണിത്. ഇപ്പം നോക്കിയേ, ജസ്റ്റ് അഗോണ്ട ബീച്ചിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ വാഗ സൈഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫിഷ് താലി പറഞ്ഞിട്ടുണ്ട്, അത് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല, എല്ലാം കൂടി ബ്രഞ്ചായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ കോല ബീച്ചിൻ്റെ അടുത്താണുള്ളത്. ഇവിടെ കോല ബീച്ച് ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ദൂരേ ഉള്ളൂ. The thali will be coming here. Yeah. So it's a Goman's fish thali. This is a mackerel thali. So you can taste of mackerel thali, please. Yes. See the thali is inside quantity and how is the taste. Amazing. What is this? Yeah, this is called shells. Shells masala. Okay. This is shells. This is for coconut curry. This is salad. This is for like bhaji, chane bhaji. This is like bakri. And also this is a soul curry like kokum sarbat. Kokum sarbat. Yes, and also this is for gobi, for cabbage. Okay. So all things here there. അപ്പോൾ ഇതൊക്കെയാണ് ഐറ്റംസ്. നമുക്കെന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു സാധനം നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം കുടിക്കാനുള്ളതാണ്. നമ്മൾ ഡൈജക്ഷനൊക്കെ നല്ലതാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, ഒടുക്കത്തെ ടേസ്റ്റ്, എല്ലാം പൊളിയാണ്. ഇതുണ്ടോ, ഇതിൻ്റെ കക്കേൻ്റെ കറി രക്ഷയില്ല. ഇതിനുള്ളിലുണ്ട് സാധനം, വേണ്ട ജസ്റ്റ് എടുത്തിട്ട് പൊളി. നമ്മുടെ ഫിഷ് മോളത്തെ ഇതിലുള്ളതുകൊണ്ട് മൊരിഞ്ഞ സാധനം. ഈ ദോശക്ക് മാത്രം എന്തോ പറ്റിയിരിക്കും. ദോശേൻ്റെ സൈഡെല്ലാം കരിഞ്ഞിട്ട് നമ്മൾ 2 ദിവസം പഴകിയ ദോശ ഉണ്ടാവില്ല, അതുപോലെയാണുള്ളത്. ബാക്കിയെല്ലാം അടിപൊളിയാണ്, രക്ഷയില്ല. ഇതെനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു, വേറെ ലെവൽ സാധനം. ഏകദേശം ഒരുപാട് കിലോമീറ്റർ നടന്നു, ഒരൊറ്റ വണ്ടിയും കിട്ടിയിട്ടില്ല ഇതുവരെ. നോക്കാം, ഇനി ഞാൻ ചിലപ്പം ഗോവയിൽ തന്നെ സ്റ്റേ ചെയ്യാനാണ് സാധ്യത കൂടുതൽ. ഞാനിപ്പോൾ കുറേ സമയമായി നടക്കുന്നു, വണ്ടി വളരെ കുറവാണ്, വരുന്നതാണെ നിർത്തുന്നില്ല. ഇത് ഗോവ, സൗത്ത് ഗോവ ഹിൽ സ്റ്റേഷനിലേക്ക് പോകുന്ന ഒരു ഉള്ളേരിയയാണ്, അതുകൊണ്ടാണ് ഈ പ്രശ്നമുള്ളത്. ഇത് ചെറുതായിട്ടൊരു ഫോറസ്റ്റ് പോലത്തെ ഒരു ഏരിയ ആണ്. ടൂറിസ്റ്റേഴ്സ് ഇപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട് ഗോവയിൽ. ഒരു ലിഫ്റ്റും കൂടി കിട്ടി, കുറേ സമയത്തിന് ശേഷം കിട്ടിയത്. ഹിൽ സ്റ്റേഷൻ കിട്ടിയത് കൊണ്ട് തന്നെ ഭാഗ്യം. പക്ഷേ കുറച്ച് ദൂരമുള്ളൂ. അപ്പോൾ നമുക്ക് ഇവരൊക്കെയാണ് ലിഫ്റ്റ് വന്നത്. താങ്ക് യു സോ മച്ച്. GoPro 9 है 10 है? GoPro 9 है. All the best. Okay, thank you so much. Take care. Okay. भैया मिलेगा. താങ്ക് യു സോ മച്ച്. മൂപ്പർക്ക് മൈത്രി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കുറേ ചാനൽ മാനേജ് ചെയ്യുന്ന ഒരാളാണ്. യൂട്യൂബിനെ കുറച്ചൊരു ഐഡിയ ഒക്കെ. യുവരാജ് എന്ന് പറഞ്ഞ ഒരാളാണ്. അതിൽ കുറച്ച് ദൂരം ഉണ്ടാവും. കുറേ സമയത്തിന് ശേഷം ഒരു ലിഫ്റ്റ് കിട്ടിയത്, അതിന് വലിയ സന്തോഷം.
आते वक्त पेट्रोल ज़्यादा लगता है, हाँ जाते वक्त बहुत सेव होता है. സേവ് അത് हाँ. വണ്ടി ഓഫാക്കിയിട്ട് ഇങ്ങനെ പോവാണ്. ദിസ് ഈസ് കോൾഡ് എനർജി സേവിങ് റൈറ്റ്. എനർജി സേവിങ് ആൻഡ് മണി സേവിങ്. ഇപ്പോൾ ചുരങ്കിയാണ്, പക്ഷേ ഇമാതിരി രീതിയിൽ ഞാൻ ആദ്യമായിട്ടാണ് ചുരങ്കി. എന്ത് പോക്കാ പോകുന്നതെന്നറിയാവാ, ഇതാണ് പറയുക മരണപ്പോക്ക്. ഞാൻ അധികം താഴെ കൊക്കയിലുണ്ടാവാൻ സാധ്യത ഉണ്ട് കേട്ടോ. मुझे एक बात बोलो, अपने वीडियो शूट करता है, अभी तो एवरीडे ये करता है, ट्रैवलिंग करता है. കുറേ സമയത്തിന് ശേഷം ഒരു ബ്രിഡ്ജ് കിട്ടി. ഇവിടെ വെക്കുമ്പോൾ നല്ല കാറ്റുണ്ട്, അതുകൊണ്ട് തന്നെ നല്ലൊരു ആശ്വാസം. ലുക്ക് അറ്റ് ദാറ്റ് ബ്യൂട്ടി. No, I am hitchhiking all over India by लिफ्ट करके पूरा इंडिया घूमता है. आपका नाम क्या है? थैंक यू सो मच. जो ट्रांसपोर्ट था आपको ओके चला ഇവിടെയും വരെയുള്ളൂ. പിന്നെ ബസ് സ്റ്റോപ്പിലാണ് ഇറക്കി വിട്ടത്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകണം. ശുഭം. ഇനി പനാജിലേക്ക് പോകാനാണ് ശ്രമിക്കുന്നത്. ഇവിടുന്ന് ഏകദേശം 150 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ മഡ്ഗാവിലാണുള്ളത്. ഇവിടുന്ന് ഇനി 33 കിലോമീറ്റർ ഉണ്ട് പനാജിലേക്ക്. ഞാൻ ജസ്റ്റ് ലോറിയെന്ന് വെച്ച് കൈ കാണിച്ചത് തന്നെ. ഇവിടുത്തെ ബസ് മൊത്തം കാണാൻ ലോറി പോലെയുള്ളത്. ജസ്റ്റ് ബസ്സിലും കൂടി കാര്യം അത് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ മഡ്ഗാവിൽ നിന്ന് പനാജിയിലേക്ക് 30 രൂപയാണ് മേടിച്ചത്. ഞാൻ ഈ പനാജി ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് എന്നെ മഡ്ഗാവിൽ തന്നെ കൊണ്ടുപോയി ഇറക്കിക്കുക. മഡ്ഗാവ് ബസ് സ്റ്റാൻഡിൽ ജസ്റ്റ് ഇറക്കി. എന്താണല്ലേ, അതിൻ്റെ ഷമാമിന് പറഞ്ഞിട്ടുണ്ട്. നല്ല വെയിലാണ്. ഒരുപാട് നേരമായി ഇവിടുന്ന് ലിഫ്റ്റ് ചോദിക്കുന്നു, ആരും നിർത്തുന്നില്ല. കണ്ട, ഇതാണ് ഇവിടുത്തെ ബസ്. ദൂരെ നിന്ന് കാണുമ്പോൾ നമ്മൾ ലോറിയാന്ന് തന്നെയാണ് വിചാരിക്കുക. നേരത്തെ കണ്ട പയ്യ എന്നെ ബസ് കയറ്റി വിട്ടു. ഇവിടുന്ന് ഒരു 7 കിലോമീറ്ററേ ഉള്ളൂ വനത്തിലേക്ക്. അത് ടയേർഡാണ്, അതുകൊണ്ട് റൂം എടുക്കാൻ വിചാരിച്ചു. ഒരു അഡാപ്റ്റർ വാങ്ങിയിരുന്നു, പക്ഷെ എങ്കിലും വർക്ക് ചെയ്യുന്നില്ല. തിരിച്ചു കൊടുക്കണം. ഞാൻ ജസ്റ്റ് റൂമിൽ നിന്ന് ഫ്രഷ് ഇറങ്ങിയിട്ട് ഭക്ഷണം കഴിക്കാൻ വന്നില്ല. എന്താ മോനെ സാധനം നമ്മളെ റൂം അത്യാവശ്യം നല്ലൊരു ഡീൽ തന്നെ കിട്ടിയിട്ടുണ്ട്. 1000 രൂപക്ക് ഒരു ദിവസം. നാളെ 10 മണി വരെ എനിക്ക് സമയമുണ്ട്. സാധാരണ 9 മണി വരെ, എനിക്ക് 1 മണിക്കൂർ കൂടി കൂട്ടി തന്നു. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും മാറ്റം വരുത്തണോ, വീഡിയോയിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ടൊന്ന് പറയുക. എന്നാൽ മാത്രമേ എനിക്ക് മനസ്സിലാവുള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.